ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പെന്ന ഒരു തീർത്ഥയാത്രയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞുപോയ കാലങ്ങളിൽ തമ്പുരാൻ നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തുതിക്കാം. നോമ്പ് ഒരു കാലമാണ്, ആത്മീക ശക്തി പ്രാപിക്കലിൻ്റെ അനുഭവമാണ്. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിയുവാനും അതിൽ വളരുവാനും നമ്മെ ശക്തീകരിക്കുന്ന അനുഷ്ഠാനമാണ് നോമ്പ്. ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിൽ വന്നതായ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, മലീമസമായ ചിന്തകൾ ഇവയൊക്കെ ഏറ്റുപറയുന്നതിനുള്ള അനുതാപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധ നോമ്പ്. മോശയും ഏലിയാവും ദാനിയേലും നമ്മുടെ കർത്താവും നോമ്പ് നോറ്റു. ഈ ദിനങ്ങൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും ആയിരുന്നു. നോമ്പ് ജയത്തിൻ്റെ അടയാളവും ശത്രുവിൻ്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു. മോശ 40 ദിവസം നോമ്പ് നോറ്റിട്ട് ദൈവത്തിൻ്റെ പർവ്വതങ്ങളിൽ നിന്നിറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അപ്രകാരം പ്രകാശിക്കണമെങ്കിൽ നാമും ദൈവത്തോട് നിരന്തരമായ ഒരു ബന്ധം പുലർത്തേണ്ടതായിട്ടുണ്ട്. നോമ്പുപവാസങ്ങൾ പാലിക്കുമ്പോൾ അന്യർ മുൻപിൽ വാടിയ മുഖവും കപടതയും അരുതേ. എണ്ണ തേക്കണം, മുഖവും കഴുകുക ശോഭിക്കും, മുഖമന്നേരം താതൻ സന്നിധിയിൽ. നോമ്പ് ദൈവസന്നിധിയിൽ പ്രീതിയുള്ളതാകട്ടെ, ദൈവീക സാദൃശ്യത്തിലേക്കുള്ള യാത്രയാകട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ പാപവീഴ്ചയാൽ രൂപപ്പെടുന്ന ആന്തരിക വ്രണങ്ങൾ പലതാണ്. ഈ വ്രണങ്ങളുടെ സൗഖ്യം ആത്മീയ ജീവിതത്തിൽ ഏറെ അനിവാര്യവുമാണ്. ആന്തരിക വ്രണങ്ങളെ സൗഖ്യമാക്കുവാനുള്ള ദിവ്യ ഔഷധമാകട്ടെ വിശുദ്ധ കുമ്പസാരം എന്ന ദിവ്യമായ കൂദാശയും അതിലേക്ക് വഴിയും പാലവുമായി നിലകൊള്ളുന്ന പരിശുദ്ധ നോമ്പ്. ദൈവം തമ്പുരാൻ തൻ്റെ നോമ്പ് മൂലം പിശാചിനെ തോൽപ്പിച്ച് നമുക്ക് കാണിച്ചു തരികയും ദൈവികമായ മാർഗത്തിലൂടെ എങ്ങനെ ലോകത്തെ അതിജീവിച്ച് ദൈവികരായി ജീവിക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. 50 നോമ്പ് ദിനങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് വീണ്ടെടുപ്പിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടത്. നോമ്പിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം ജീവിത വഴികളിൽ ഉടനീളം നിലനിർത്തുവാനുള്ള ആത്മബോധം നമുക്ക് ഉണ്ടാകണം. നോമ്പ് കാലഘട്ടം പശ്ചാത്താപത്തിൻ്റെയും ഒരു ക്രമപ്പെടുത്തലിൻ്റെയും കാലഘട്ടമാണ്. രൂത്തിന്റെ പുസ്തകം നമുക്ക് കാട്ടിത്തരുന്നത് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തിരുന്നതായാണ്. പരിശുദ്ധ നോമ്പ് വ്യക്തിപരമായ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായി കാണരുത്. പകരം മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുന്ന ദൈവിക ബന്ധം ആയിത്തീരണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, പുറമേയുള്ള ഒരു പ്രകടനമായി മാറാതെ മറിച്ച് അകമേയുള്ള മാറ്റത്തിൻ്റെ അനുഭവമായി തീരണം. ഈയിടെയായി ഒരു കോഡ് ശ്രദ്ധയിൽപ്പെട്ടു. ലെൻഡ് ഈസ് എ ടൈം ടു ഫാസ്റ്റ്, സറണ്ടർ, ഫൊർഗീവ് ആൻഡ് ഗീവ്. നോമ്പെന്ന് പറയുന്നത് വർജനത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ക്ഷമയുടെ, കൊടുക്കലിൻ്റെ അനുഭവമായി തീരണം. നിരാശയും പ്രശ്നങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തെ തകർത്തേക്കാം. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തെ ഏകാഗ്രമായി അന്വേഷിക്കുന്നവർക്ക് ദൈവം ദൈവീക ദർശനവും ദൈവീക സ്പർശനവും നൽകും. അപ്രകാരം ദൈവീക ദർശനവും ദൈവീക സ്പർശനവും ലഭിക്കണമെങ്കിൽ നാം ദൈവകൃപയാൽ നിറയണം. അതിന് നമ്മെ സഹായിക്കുന്ന മഹനീയ അവസരമാണ് പരിശുദ്ധ നോമ്പിൻ്റെ അവസരം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രലോഭനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് പരിശുദ്ധ നോമ്പിൻ്റേത്. വർജിക്കേണ്ടതിനെ വർജിച്ച്, നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ച്, ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കുമ്പോൾ പരിശുദ്ധ നോമ്പിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം. ദൈവമേ, ഈ നോമ്പ് കാലത്ത് എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ഭക്ഷണം ഒഴിവാക്കുന്നതിലും കൂടുതലായി പാപം ഒഴിവാക്കുവാൻ എന്നെ സഹായിക്കണമേ. അന്യായത്തിന് പകരം ന്യായം ചെയ്യുവാൻ, ക്രോധത്തിന് പകരം ക്ഷമ നൽകുവാൻ,
അനീതിക്ക് പകരം നീതി ചെയ്യുവാൻ, സ്വാർത്ഥതയ്ക്ക് പകരം പങ്കിടലിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ, ആ അനുഭവം എന്നിൽ വളർത്തുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനും അടുത്തവനെ കൂടുതൽ കരുതുവാനും എന്നെ മാറ്റുന്ന അനുഗ്രഹ കാലമാകണമേ ഈ നോമ്പ്. പരിശുദ്ധനായ പരിമല തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ഉപവാസം കൊണ്ട് ശരീരം ക്ഷീണിക്കുന്നവൻ്റെ ആത്മാവ് വളരും. ആത്മാവിന് ബലമില്ലാത്തവർക്കാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ആത്മാവിന് ബലം പകരുവാൻ, ആത്മീയ അനുഭൂതി നേടിയെടുക്കുവാൻ, പ്രകാശമുള്ളവരായി മാറുവാൻ പരിശുദ്ധ നോമ്പിൻ്റെ നല്ല അനുഭവങ്ങൾ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് നിർത്തുന്നു.